ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നിലക്കടല കൊണ്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. നമ്മുടെ പീനട്ട് ചട്നി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിറ്റ വേൾഡ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ പീനട്ട് ചട്നി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ പീനട്ട്. അതായത് ഞാനിവിടെ വറുത്ത പീനട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത എടുക്കരുത്, അപ്പം ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം. നമ്മുടെ കയ്യിൽ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പുളി ചേർത്താൽ മതി. കുരുവില്ലാത്ത പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ കടുക് ചെയ്യാനായിട്ടുള്ള 1 സ്പൂൺ കടുകും 2 തണ്ട് കറിവേപ്പിലയും. പിന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക്, അത്യാവശ്യം എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും, പിന്നെ ഒരു 1/2 സ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് പൊടിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ അത് നമുക്കിനി ഇത് ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട്, ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മുടെ പീനട്ട്, അതുപോലെ തന്നെ ഉണക്കമുളക്, ഉപ്പ്, പുളിവെള്ളം, അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടി ലൂസാക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ചട്നി ഇരിക്കുന്നതോടെ നമുക്കൊന്ന് ടൈറ്റായി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ നിലക്കടലൊക്കെ നല്ല ഹെൽത്തിന് നല്ലൊരു ഇതാണല്ലോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ അടിപൊളി ചട്നിയാണ്. ദോശക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നമ്മുടെ വറുത്ത നിലക്കടല നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാനിവിടെ നിന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി ഒക്കെ നല്ല ലൂസ് പരുവത്തിലാണ് നമുക്ക് ചട്നി. നിങ്ങൾക്ക് ടൈറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും, പിന്നെ അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച കടുകും കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് നമ്മുടെ ചട്നിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നോക്കിയാൽ മതി കേട്ടോ. എരിവ് കൂടാതെ ശ്രദ്ധിക്കണം. എരിവ് കൂടി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള പുളി ഉണ്ടാവും, അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകമാണ് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് പുളി എടുക്കുമ്പോൾ നിങ്ങൾ കുരുവില്ലാത്ത പുളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. അതായത് നമ്മുടെ ഒരു ചെറിയൊരു ബോൾസ് ഉണ്ടല്ലോ, നമ്മൾ ടൈപ്പ് ഉണ്ടാവുന്ന ആ ഒരു ബോൾ, ആ ഒരു ടൈപ്പിൽ എടുത്താൽ മതി കേട്ടോ. ചെറുത്തെടുത്താൽ മതി. അല്ലാതെ പുളി ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പുളിയുടെ ടേസ്റ്റ് ആവും കൂടുതൽ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി പരുവത്തിലുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.